I+ൽ വന്നതുകൊണ്ട് ആക്ച്വലി ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മൈൻഡ് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അപ്പം ഏതെങ്കിലും ക്ലാസ് നമുക്ക് മിസ്സായാലും വീണ്ടും വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സുകൾ കേൾക്കാം. പിന്നെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം കവർ ആവും. പിന്നെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് മാത്സ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഡൈവേർട്ടാവും. അപ്പോൾ അങ്ങനെ മാത്സ് ചെയ്യുമായിരുന്നു. എൻ്റെ വീക്ക് ഏരിയ മാത്സ് ആയിരുന്നു. അത് പിന്നെ ഫുള്ളിങ്ങനെ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എക്സാമിനും DAയിൽ 4 എണ്ണം ശരിയാക്കാൻ പറ്റും. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ബ്യൂലിനാണ്. സ്വാഗതം ബ്യൂലിൻ. പഠിച്ച കാര്യങ്ങൾ, അതുപോലെ ഏത് വർഷമായിരുന്നു PG ചെയ്തത്, എത്രാമത്തെ നെറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അങ്ങനത്തെ പൊതുവായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം. ഞാൻ PG ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year ആയി. PG ചെയ്യുമ്പോൾ തന്നെ 2 വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വട്ടവും ജസ്റ്റ് വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കാം, കറക്കി കുത്തിയാൽ കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്യാൻ പോയതായിരുന്നു. പക്ഷേ ഒട്ടും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്ത് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. അപ്പോൾ മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്നാലും വെറുതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഓഫ്ലൈൻ പോയാൽ കിട്ടും എന്ന് എനിക്കൊരു വിശ്വാസം അപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡിസംബർ ടൈമിൽ ഉണ്ടായിരുന്നു ആ റിസൾട്ട് കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഓഫ്ലൈൻ പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ I+ൽ സാറിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ കാണാറുണ്ട്. അപ്പോൾ സാറ് ആ പഠിപ്പിക്കുന്ന വേ ഒക്കെ എനിക്ക് കുറച്ച് ഇങ്ങനെ സമാധാനത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ മനസ്സിലാക്കാനൊക്കെ ഒന്നും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ I+ൽ തന്നെ ലോയ്ക്കും ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് I+ ചൂസ് ചെയ്തു. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയായിരുന്നു അല്ലേ, നിങ്ങളെല്ലാവരും ഇൻ്റർവ്യൂവിന് വരണം, ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുന്ന ഞാൻ എഡ്മിഷൻ ചെയ്യാറുണ്ട്, നിങ്ങൾ ആ സ്വപ്നം കാണണം എന്നുള്ളത്. എത്രത്തോളം മൈൻഡ് സെറ്റ് ഈ നെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റാണ്? പഠിക്കുന്ന ആസ്പെക്റ്റിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്, ഞാൻ ക്ലാസ്സിലും പറയാറുണ്ട് പലപ്പോഴും, പകുതി മൈൻഡ് സെറ്റ് അല്ലെ പകുതി കൂടുതൽ മൈൻഡ് സെറ്റ് ആ 3 hours-ലുള്ളതെന്ന്. മൈൻഡ് സെറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബ്യൂലിൻ? ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ടെസ്റ്റ് എടുപ്പിക്കുമായിരുന്നല്ലോ ക്ലാസ്സിൽ. അപ്പോൾ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സ്കോർ അങ്ങനെ കൂടുന്നുണ്ടാവില്ല, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല സ്കോറിൽ. അപ്പം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. പക്ഷേ അങ്ങനെ നോക്കാണ്ട് ഏത് ഏരിയയിലാണ് നമ്മൾ വീക്കായിരിക്കുന്നത് നോക്കി അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എക്സാമിന് നമുക്കത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ടെസ്റ്റുകൾ ഓൾറെഡി എടുക്കുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഫേസ് ചെയ്യാൻ ഒരു പേടിയില്ലായിരുന്നു. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോഴുള്ള ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ പ്രാക്ടിക്കലി ചെയ്ത് വരുന്നത് കൊണ്ട് എക്സാമിന് പോകുമ്പം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ആ ടൈം ബാലൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു ടെസ്റ്റുകൾ എടുക്കുന്നത് കൊണ്ട്. അങ്ങനെ ടെസ്റ്റ് അങ്ങനെ ഭയങ്കര ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നില്ല. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞു തന്നു എങ്ങനെയായിരിക്കണം അവിടെ. അതിനു മുന്നേ ഭയങ്കരമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, ഭയങ്കര പാനിക് ആവാനോ ടെൻഷൻ ആവാനോ ഒന്നും നിൽക്കണ്ട, റിലാക്സ്ഡ് ആയിട്ട് പോയി ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പം എക്സാം എഴുതുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺസ് ഈ ജേർണിയിൽ ഉണ്ടായിരുന്നോ, അതോ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റിയോ, എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു, മാർക്ക് കൂടത്തില്ല. അപ്പം മിസ്സുമാരോട് പോയി ഇങ്ങനെ കണ്ട് സംസാരിക്കും, മാർക്ക് കൂടുന്നില്ല മിസ്സേ, ഇതിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ പാസ്സാവോ അങ്ങനത്തെ ഒരു സംശയങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ലോയുടേത് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഭയങ്കര ടഫായിട്ട് തോന്നി. ഒത്തിരി ഉണ്ടല്ലോ സിലബസ് ആണെങ്കിലും, അപ്പോൾ അത് കവർ ചെയ്യാനും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ചില പോയിന്റിൽ ഭയങ്കര ഡൗൺ ആയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ മിസ്സുമാരാണെങ്കിൽ പോലും ഓഫ്ലൈൻ ആയതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് അത് തന്നെയാണ്. നമ്മളിന്ന് വിഷമിച്ച് വന്നിരിക്കുമ്പം അവർ നമ്മളുടെ മുഖം നോക്കിയിട്ട് വന്ന് നമ്മളോട് ചോദിക്കും എന്ത് പറ്റി. റിസൾട്ട് കണ്ടിട്ട് മിസ്സുമാർ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇരുന്ന് നോക്കി പറഞ്ഞു തരുമായിരുന്നു. അവരുടെ സമയം മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് കൊണ്ട് തന്നെ വലുതായിട്ട് എമോഷണലി ഒന്നും അങ്ങനെ ബ്രേക്ക് ഡൗൺ ഇല്ലാണ്ട് ഒന്ന് വീക്കാവും, പിന്നെ കയറി വരും. അങ്ങനെ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഗുണം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡൗൺ ആയി ഇത് വേണ്ടാന്ന് വെക്കാനോ അങ്ങനത്തെ ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. സപ്പോർട്ട് ഗ്രൂപ്പ് ഒരുപാട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സിന്റെ. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മൾ ഇതേ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പടി കൂടി എഫിഷ്യൻസി ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഒരാൾ വന്ന്
മുഖം കണ്ട് നമ്മളോടൊന്ന് ആശ്വാസവാക്ക് പറയുന്നതിന്റെ ഇഫക്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. അതെ 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 നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം കോഴിക്കോട് തുടങ്ങുന്ന ബാച്ചിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള കുട്ടികളുടെ ഒരു ഭാഗ്യമാണെന്ന് തന്നെയാണ് അവരോട് ക്ലാസ്സിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യം. ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരാണ്. കാര്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം. ഓൺലൈനിൽ നമ്മൾ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴിയും മെന്റേഴ്സ് വഴിയായി ഈ കാര്യങ്ങൾ ചെയ്യാം. അവരെ വിളിച്ചൊന്ന് സംസാരിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുമെങ്കിലും ഫോൺ ചെയ്യുന്നതിനേക്കാൾ ഉപരി ബെറ്ററായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ബ്യൂലിൻ്റെ ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ലോ പേപ്പർ എടുക്കുന്ന കുട്ടികൾ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുന്നുണ്ടാവും. ലോയുടെ പേപ്പർ ഏതായിരുന്നു ഡിഫിക്കൽട്ട് ഏരിയാസ്? ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏത് യൂണിറ്റുകളായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട്? അതെങ്ങനെ ടാക്കിൾ ചെയ്തു? ലോയിൽ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ ജൂറിസ്പ്രുഡൻസും പിന്നെ പബ്ലിക് ഇന്റർനാഷണൽ ലോ ഒക്കെ പൊതുവേ ടഫാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു സാർ ആദ്യമേ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ കിട്ടുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലോയിൽ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് സാറിൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ഏരിയ ഒന്നും കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി അത് തന്നെ നോക്കും, റിവിഷൻ ചെയ്യും. ഒരു ഒരു യൂണിറ്റ് കഴിഞ്ഞാലും വീണ്ടും 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 അത് ചെയ്ത് ലോയ്ക്ക് തന്നെ നല്ല പ്രയോറിറ്റി കൊടുത്തു. കുറച്ചും കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ലോയ്ക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു നേരത്തെ ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റിൽ അതിൽ വരുന്ന ഏരിയാസ് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാണ്ട് ഏത് ഏരിയയാണ് ഈ വട്ടം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കി ആ ഏരിയ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഓക്കെ, ലോയുടെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. പേപ്പർ 1 പലർക്കും പേടിയുള്ളത് പല യൂണിറ്റുകളായിരിക്കും. നമ്മുടെ പല്ലവി ഇപ്പോൾ പറഞ്ഞായിരുന്നു 9ഉം 10ഉം പീപ്പിൾ ഡെവലപ്മെൻറ്റും അതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള ഏരിയകളായിരുന്നു ഡിഫിക്കൽട്ട് എന്ന്. വീലിന് ഏത് യൂണിറ്റുകളായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എനിക്ക് ഫാക്ച്വൽ ഏരിയാസ് ഒന്നും അല്ലായിരുന്നു ഡിഫിക്കൽട്ട്. എനിക്ക് മാത്സിന് ഞാൻ കുറച്ച് പുറകിലായിരുന്നു. കാൽക്കുലേഷൻസ് ചെയ്യാൻ ഭയങ്കര സമയമെടുക്കും. പിന്നെ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോ ചൂസ് ചെയ്തത് തന്നെ. അപ്പോൾ നല്ല ബ്രേക്കായി പോയി മാത്സിന്. അപ്പം ഞാൻ ചെയ്ത കാര്യം DA ആണെങ്കിലും സാർ എപ്പോഴും പറയും എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും. അപ്പോൾ ഒരു മരുന്ന് പോലെ 10 മിനിറ്റ് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചെയ്യും. DA ചെയ്യുമായിരുന്നു. പിന്നെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് മാത്സ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഡൈവേർട്ടാവും. ഈ കാൽക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിഷമം എനിക്ക് മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ മാത്സ് ചെയ്യുമായിരുന്നു. എൻ്റെ വീക്ക് ഏരിയ മാത്സ് ആയിരുന്നു. എനിക്ക് മാത്സിൽ മാത്രം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. അത് പിന്നെ ഫുൾ ഇങ്ങനെ ചെയ്ത് വന്നത് കൊണ്ട് തന്നെ എക്സാമിനും DAയിൽ 4 എണ്ണം ശരിയാക്കാൻ പറ്റി. എനിക്ക് വലിയ കാര്യമാണ് സാർ. അല്ല, 5ൽ 4 ചോദ്യം ശരിയാക്കാന്ന് പറഞ്ഞാൽ 80% സ്കോർ ചെയ്തു. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ 5 ചോദ്യങ്ങളോ? അത് അങ്ങനെ നോക്കിയില്ല. പക്ഷെ അതും ഓക്കെ, അതെനിക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലായി. അത് കുഴപ്പമില്ലായിരുന്നു. DA ആയിരുന്നു കുറച്ച് അങ്ങനെ പേടി തോന്നിയത്. എനിക്ക് ഓൾറെഡി പേടിയുള്ളത് കൊണ്ട്. എന്നിട്ടും 4 എണ്ണം ശരിയാക്കാൻ പറ്റി. നിങ്ങളും ഇത് പ്രത്യേകം ഒന്ന് കേൾക്കണം കേട്ടോ. ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് ഡിപ്രസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ കണക്ക് ചെയ്യാൻ പോയെന്ന്. ഞാൻ പലരോടും പറയാറുണ്ട് കണക്ക് പ്രാക്ടീസ് ചെയ്യണം നോക്കണം എന്നൊക്കെ ആണെങ്കിലും ബ്യൂലിൻ ചെയ്തതൊരു അടിപൊളി കാര്യമാണ്. നിങ്ങൾക്ക് മോഡൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി സ്ട്രെസ് വരുമ്പം ഡീസ്ട്രെസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കണക്ക് ചെയ്യാം അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കുറേ ഇപ്പോൾ ഒരു 2000 പേരുടെ അടുത്തെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വിന്നേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കണക്കിനെ പേടിച്ചു വന്നിട്ട് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ കണ്ടത്. അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവായിട്ട് പഠിക്കുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് ഉണ്ടാവും. ഞാനൊന്നും മാറ്റാനല്ല കേട്ടോ പറയുന്നത്. ഇതിൽ നിന്ന് നല്ല പോയിന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഇത്തരം ഇന്റർവ്യൂകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ I+ ഈ ജേർണിയിൽ കുറേ കാര്യങ്ങളിൻ്റെ ഇടയിലായിട്ട് പറഞ്ഞു. I+ ഹെൽപ്പ് ചെയ്ത ഒരു 2ഓ 3ഓ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ സ്പെസിഫിക് ഏരിയാസ് ഒന്ന് ഓർത്തെടുത്ത് ബ്യൂലിന് പറയാമോ? ഈ ജേർണിയിൽ I+ന്റെ അടുത്ത് വന്നതുകൊണ്ട് ഇന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി. I+ൽ വന്നതുകൊണ്ട് ആക്ച്വലി ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മൈൻഡ് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ പോലും നമുക്ക് അവരോട് പറയണം, മിസ് എനിക്കിത് ശരിയാവുന്നില്ല. പക്ഷെ ഇതങ്ങനെ പറയണ്ട, മിസ്സുമാർ തന്നെ കണ്ട് മനസ്സിലാക്കി നമ്മളോട് വന്ന് സംസാരിക്കും. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമായിരുന്നു. ടെസ്റ്റുകൾ എടുക്കാൻ പറ്റും. എല്ലാ ഫസ്റ്റ് പേപ്പറിലാണെങ്കിൽ തന്നെ കുറേ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എന്തായാലും കൂടും. പിന്നെ സെക്കൻഡ് പേപ്പറിലാണെങ്കിലും ടെസ്റ്റുകൾ തന്നു. മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അപ്പം ഏതെങ്കിലും ക്ലാസ് നമുക്ക് മിസ്സായാലും വീണ്ടും വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സുകൾ കേൾക്കാം. പിന്നെ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും റിവിഷൻ ക്ലാസ് ഉണ്ട്.
അപ്പോൾ അതിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം കവർ ആവും. ഇത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് I+ൽ ജോയിൻ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ഇനിയും കുട്ടികളുടെ അടുത്ത് ഇനിയും അടുത്ത ബാച്ചുകളിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവർ നമ്മുടെ ഈ ഇൻ്റർവ്യൂ സെഷൻ കാണുന്നുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? അടുത്ത നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം. അത് പറ്റിയില്ലെങ്കിലും ആ ഒരു സൺഡേക്കുള്ളിൽ അതെങ്ങനെയെങ്കിലും കവർ ചെയ്യാൻ നോക്കണം. പിന്നെ ടെസ്റ്റുകൾ എടുക്കുക. ടെസ്റ്റുകൾ ജസ്റ്റ് ടെസ്റ്റ് എടുത്താൽ പോരാ, അതിലെ കാര്യങ്ങൾ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് ഒന്നും കൂടെ സമയം ഇട്ട് അത് ഒന്നും കൂടെ കാര്യമായിട്ട് നോക്കണം. പിന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നെറ്റ് കിട്ടും. താങ്ക് യു ബിലിൻ. ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതിനും, പ്രത്യേകിച്ച് എനിക്ക് കൂടി സന്തോഷം തോന്നിയ ഡീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സ് ചെയ്യാന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു തന്നതിനും ഒക്കെ ഒത്തിരി നന്ദി. മുന്നോട്ടുള്ള ജേർണിയിലും കരിയറിലും ഒക്കെ എല്ലാ നന്മകളും വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ.